സൂപ്പർ ഹിറ്റായിട്ടുള്ള മലയാളം സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ പറയുന്നൊരു ഡയലോഗുണ്ട്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്, ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്, ആളെ കൊല്ലിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ശാപം ഏൽക്കേണ്ടി വരുന്നൊരു ബിസിനസ്സാണ്. കഴിഞ്ഞൊരു 10, 50, 70 വർഷമായിട്ട് നമ്മളുടെയൊക്കെ തന്നെ ആരോഗ്യത്തിൽ വളരെയധികം വെല്ലുവിളികളായിക്കൊണ്ടിരിക്കുന്ന പല രോഗങ്ങളുണ്ട്. നമ്മളതിനെ വിളിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ. ഉദാഹരണത്തിന് പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം, കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ഹൃദ്രോഗം പോലുള്ള രോഗങ്ങൾ, സ്ട്രോക്ക് തുടങ്ങിയിട്ടുള്ള പല ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഡെഫിനറ്റായിട്ടും പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. വൈറ്റ് റൈസ്, ഇറ്റ്സ് എ ഡെർട്ടി ബിസിനസ്. ഇതും ഒരാളെ കൊല്ലും. വളരെ ഷോക്കിംഗ് ആയിട്ട് ഒരു സ്റ്റഡി നടക്കുകയുണ്ടായി. ലബോറട്ടറി അനിമൽസിൽ നടന്നൊരു സ്റ്റഡിയാണ്. ഈ അനിമൽസിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 2 ഗ്രൂപ്പുകൾക്ക് കൊടുത്തത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഡ്രഗുകളാണ്. ഒന്ന് കൊക്കൈൻ, മറ്റൊന്ന് ഹെറോയിൻ. 3ാമത്തെ ഗ്രൂപ്പിന് കൊടുത്തത് ഷുഗർ സൊല്യൂഷനായിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള ഡ്രഗുകൾ കൊടുക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവാം, നെർവസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം, ഡിപ്പെൻഡൻസി ഉണ്ടാവാം, മൂഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം. കൂടുതലും ഉണ്ടാകുന്നത് മരുന്നുകൾ നിർത്തുന്ന സമയത്തുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസാണ്. ഈ 3 ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായത് ഞെട്ടിപ്പിക്കുന്ന ഗ്രൂപ്പിലാണ്. അത് ഷുഗർ ഗ്രൂപ്പിലാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഷുഗർ ഈസ് മോർ അഡിക്റ്റീവ് ദാൻ കൊക്കൈൻ ആൻഡ് ഹെറോയിൻ. നമ്മൾ സംസാരിച്ച ഷുഗറിനെ കുറിച്ചിട്ടാണ്. ഇൻട്രസ്റ്റിംഗ്ലി പലർക്കും അറിയാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് വൈറ്റ് റൈസ് ഒരു കില്ലർ ഡ്രഗാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, മേ ബി ബെറ്റർ വി ക്യാൻ കോൾ ഇറ്റ് എ കില്ലർ ഫുഡ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, തവിട് കളഞ്ഞ അരികൾ, അതായത് റിഫൈൻഡ് അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഗ്രെയിൻ, അതും അക്ഷരാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഷുഗർ തന്നെയാണ്. ഇറ്റ് ഈസ് ഷുഗർ ഇൻ ഹിഡൻ ഫോം. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ധാന്യം, ഈ ധാന്യത്തിൻ്റെ നിലവിലത്തെ സംസ്കരണ രീതികളിൽ വരുന്ന മാറ്റം എന്താണ്, അത് അതിൻ്റെ പോഷക സ്വഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെയാണ് ആക്ച്വലി ധാന്യങ്ങൾ, പ്രത്യേകിച്ചിട്ടും അരി, ഒരു കില്ലർ ഫുഡായിട്ട് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഫണ്ടമെൻ്റലി പുല്ലുകളുടെ വിത്തിനത്തിൽപ്പെട്ടവയാണ് ധാന്യങ്ങളെല്ലാം തന്നെ. മനുഷ്യൻ്റെ ഹോമോസേപ്പിയൻസിൻ്റെ ഒരു ഫുഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ലക്ഷം വർഷങ്ങളായിട്ടും ജീവിക്കുന്ന നമ്മൾ ഏകദേശം ഒരു 90%, ഒരു 1,80,000 വർഷവും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ധാന്യങ്ങൾ ഉണ്ടായിരുന്നതേയില്ല. ധാന്യങ്ങൾ പ്രധാനമായിട്ടും കഴിച്ചത് പക്ഷികളായിരുന്നു. ഞാൻ ഈ ഫങ്ഷണൽ മെഡിസിനും അതുപോലെ തന്നെ ന്യൂട്രീഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം പഠിച്ചത് വെറ്ററിനറി മെഡിസിനായിരുന്നു. ഞങ്ങൾ പക്ഷികളുടെ മൃഗങ്ങളുടെയും ശാസ്ത്രം പഠിക്കുന്ന ഭാഗത്ത് പക്ഷികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം ആണ് ഗിസാഡ്. എന്താണ് ഗിസാഡ്? ഗിസാഡ് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മസ്കുലർ സ്റ്റൊമക്കാണ്. ശരിക്കും വേണമെങ്കിൽ തന്നെ പറയാം, പക്ഷികളുടെ ആമാശയത്തിലുള്ള മില്ലുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഈ ഗിസാഡിന് മാത്രമേ വളരെ വളരെ ഡെൻസായിട്ടുള്ള ഈ ഗ്രെയിൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. അതിന് പറ്റുന്ന ഒരു ദഹന വ്യൂഹം തന്നെ പക്ഷികളിലുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, കോഴിക്ക് മുല വരുന്നത് പോലെ എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെയാണ് കോഴികൾക്ക് പല്ല് വരുന്നത്. കോഴികൾക്ക് പല്ലില്ല, പക്ഷേ എന്തുകൊണ്ട് അതിന് ധാന്യം കഴിക്കാൻ സാധിക്കുന്നു? അതിൻ്റെ സവിശേഷമായിട്ടുള്ള ദഹന വ്യൂഹമാണ്. മനുഷ്യന് ഗിസാഡില്ല, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഗ്രെയിൻസിനെ ദഹിപ്പിക്കാനുള്ള കഴിവുമില്ല. പക്ഷേ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ധാന്യങ്ങളെ കഴിക്കബിൾ ആക്കി അല്ലെങ്കിൽ ഈറ്റബിൾ ആക്കി മാറ്റി. എങ്ങനെ? അതിനെ കുക്ക് ചെയ്തും പ്രോസസ്സ് ചെയ്തുമാണ് നമ്മളുടെ ഭക്ഷണക്രമത്തിലോട്ട് കടന്നു വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കടയിൽ നിന്ന് അരി വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോകുന്ന വഴി ഈ കൈ കൊണ്ട് അരി വാരി കഴിച്ചുകൊണ്ട് പോകുമായിരുന്നു. പലപ്പോഴും വീട്ടിലെത്തുന്ന സമയത്ത് അമ്മ എന്നെ വഴക്ക് പറയുമായിരുന്നു. കാരണം ഈ പച്ചരി കഴിച്ചാൽ വയറുവേദന വരും, വയറിളക്കം വരും. അതിനകത്തൊരു സയൻസ് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് അരിയുടെ അനാറ്റമി ഒന്ന് പരിശോധിക്കാം. നെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെല്ലിന് പ്രധാനമായിട്ട് 4 ഘടകങ്ങളാണുള്ളത്. അതിൻ്റെ ഔട്ടർ കവറിങ്, ഏറ്റവും പുറത്ത് വരുന്നത് ഉമിയാണ്, നമ്മൾ ഹസ്ക് അല്ലെങ്കിൽ ഹൾ എന്ന് പറയും. അതിനകത്ത് വരുന്നതാണ് ബ്രാൻ അഥവാ തവിട്. 3ാമത് അതിൻ്റെ എൻഡോസ്പേം അഥവാ കാമ്പ്. 4ാമത് വരുന്നത് അതിൻ്റെ മുള, അത് മുളച്ച് വരുന്ന മുള അല്ലെങ്കിൽ അതിൻ്റെ ജേം എന്ന് പറയും. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്. പണ്ട് നമുക്കൊക്കെ കൃഷി ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ നെല്ല് മുറ്റത്തിട്ട് വെയിലത്തിട്ട് ഉണക്കി അല്ലെങ്കിൽ അത് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തവിട് കളയാതെയാണ് നമ്മൾ കുത്തിയെടുത്ത് പാറ്റിയെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ഈവൻ നമ്മളുടെ ഉമിയുടെ കൂടെ കുറച്ച് തവിട് പോയാൽ ആ തവിടിനെ പോലും നമ്മൾ വേർതിരിച്ചെടുത്ത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. പിന്നീട് റബ്ബർ റോളർ മില്ലുകളുണ്ടായി. അവിടെയാണെങ്കിൽ പോലും നമ്മൾ തവിടിനെ നമ്മൾ കളയാതെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൂടുതലും ബ്രൗൺ റൈസ് ആയിരുന്നു. അതായത് അതിൻ്റെ തവിടോട് കൂടിയ അരിയായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഏറ്റവും വലിയ മാറ്റം പ്രത്യേകിച്ചിട്ടും ഈ റൈസിൻ്റെ പ്രോസസ്സിങ്ങിലുണ്ടായി. പ്രത്യേകിച്ചിട്ടും പച്ചരി സംസ്കരിക്കാനായിട്ട് പിന്നെ ഉണ്ടായത് വാക്വം ഡ്രൈയിങ്ങും അതുപോലെ തന്നെ ഹള്ളിങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ഹസ്ക് നീക്കം ചെയ്യുക, അതുപോലെ തന്നെ മില്ലിങ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അതിൻ്റെ ബ്രാൻ നീക്കം ചെയ്യാനായിരുന്നു. സോ ഹസ്കിങ്ങും മില്ലിങ്ങിലും ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തവിട് നീക്കം ചെയ്തുകൊണ്ടുള്ള അരികളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ടെക്നോളജിയും അതുപോലെ തന്നെ ഇൻ്റർവെൻഷൻസും പ്രോസസ്സിങ്ങൊക്കെ ഉണ്ടായത് പാർഷ്യലി ബോയിൽഡ് റൈസ് ഉണ്ടാക്കുന്നതിന്. നമ്മളതിനെ ബോയിൽഡ് റൈസ് എന്ന് പറയും. അവിടെ വളരെയധികം സാങ്കേതിക വിദ്യകൾ കടന്നു വരാൻ തുടങ്ങി. പ്രത്യേകിച്ചിട്ടും അതിനെ ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഹൈ പ്രഷർ സ്റ്റീമിങ് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. വാക്യൂമിൽ ഡ്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ വളരെ സ്പീഡിൽ തന്നെ ചെയ്യാവുന്ന ഹസ്കിങ്ങും മില്ലിങ്ങുകളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇതുകൂടാതെ പാക്കിങ്ങിലൊക്കെ തന്നെ ഒരുപാട് ഫ്യൂമിഗേഷനൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈലി ആയിട്ടുള്ള ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രെയിൻസ് നമ്മളുടെ വിപണികളിൽ ലഭ്യമാകാൻ തുടങ്ങി. ഇതിന് പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് വൈറ്റ് ആയിരുന്നു. അത് വളരെ അട്രാക്റ്റീവായിരുന്നു. കാരണം എല്ലാം നല്ല വളരെ വെളുത്തിരിക്കുന്ന ധാന്യങ്ങൾ കൊണ്ട് നമുക്ക് നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ വെളുത്ത പുട്ട്, അല്ലെങ്കിൽ വെളുത്ത അരി, വെളുത്ത അപ്പം, വെളുത്ത ദോശ, അതുപോലെ നല്ല പൂ പോലെ വെളുത്തിട്ടുള്ള ചോറായിരിക്കാം, അല്ലെങ്കിൽ കഞ്ഞിയായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിനുകൾ വളരെയധികം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വേവുന്ന അരിയാണെങ്കിൽ നമുക്കതിനോടുള്ള പ്രതിപത്തി കൂടി. പക്ഷേ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ റിഫൈൻഡ് ഗ്രെയിൻസ് നമ്മുടെ ആരോഗ്യത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കി. എന്നാണ് ഈ തവിട് മാറ്റുമ്പോൾ ഇത്ര ഗൗരവമുള്ളൊരു പ്രശ്നം അരിയിൽ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോൾ കാണുന്നത് ഈ തവിടിൻ്റെ ഒരു അനാറ്റമിക്കൽ ഡീറ്റെയിൽസാണ്. അതിൻ്റെ ഔട്ടർ കവറിങ് പെരികാർപ്പ്, ദെൻ സീഡ് കോട്ടുണ്ട്, ന്യൂസെല്ലസ് ഉണ്ട്, എലിറോൺ ലെയർ ഉണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അങ്ങ് വിസ്മരിച്ചേക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഇതിലടങ്ങിയിരിക്കുന്ന ഒന്ന് ഫൈബറാണ്, നാരുകളാണ്. നാരുകളുടെ പ്രാധാന്യം എന്താ? നാരുകൾ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിവുള്ളതല്ല. പക്ഷേ നമ്മളുടെ ഗട്ടിലുള്ള ബാക്ടീരിയയ്ക്ക്, നമ്മുടെ ഗട്ട് മൈക്രോബയോമിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഫുഡാണ്, ന്യൂട്രിയൻ്റാണ്. അപ്പോൾ ബ്രാൻഡ് നീക്കം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പോഷകവസ്തു ഫൈബറാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുക്കൾ ബി വൈറ്റമിൻസാണ്. പ്രത്യേകിച്ചിട്ടും വൈറ്റമിൻ B1, B3 ആൻഡ് B6, തൈമിൻ, നിയാസിൻ ആൻഡ് പൈറിഡോക്സിൻ. ഇത് മൂന്നും ബ്രാനിൽ കൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു. മറ്റൊന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട മിനറൽസാണ്. പ്രത്യേകിച്ചിട്ടും മെഗ്നീഷ്യം, സിങ്ക് ആൻഡ് മാംഗനീസ്. നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ചിട്ടും ആയിരക്കണക്കിന് പ്രവർത്തനങ്ങൾക്ക് എൻസൈംസും കോഎൻസൈംസായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ മിനറൽസ്. ഇനി മറ്റൊന്ന് ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അതും നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ആണ് നമുക്ക് ബ്രാനിൽ കൂടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഈ വെളുത്ത അരി എന്ന് പറഞ്ഞത് നഗ്നനാക്കപ്പെട്ട ഒരു അരിയാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, എൻ്റെ തൊലി ഉരിഞ്ഞു പോയി എന്ന് പറയാറില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അരി തൊലി ഉരിഞ്ഞ് സ്ട്രിപ്പ് ചെയ്തിട്ടുള്ള റൈസാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ചിട്ടും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എൻഡോസ്പേം, അല്ലെങ്കിൽ അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ദഹിക്കാനും അത് മെറ്റബോളൈസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഇരിക്കുന്നത് ഈ തവിടിലാണ്. അതുകൊണ്ട് തന്നെ ഈ തവിട് നീക്കം ചെയ്ത പോഷകങ്ങൾ മുഴുവൻ നീക്കം ചെയ്ത് കഴിഞ്ഞ അരി ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ജസ്റ്റ് എംപ്റ്റി കാലറീസ്. എന്നോട് പലരും പറയാറുണ്ട്, അല്ല ഞാൻ കഴിക്കുന്നത് ഈ ബോയിൽഡ് റൈസാണ്, മട്ടയരി എന്ന് പറയാറുണ്ട്. ശരിയാണ്, ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ കുറച്ച് തൈമിൻ നമ്മളുടെ ബ്രാനിൽ നിന്ന് നീക്കം ചെയ്തതിന് മുമ്പ് തന്നെ ബ്രാനിൽ നിന്ന് നമ്മുടെ കാമ്പിലോട്ട്, എൻഡോസ്പേമിലോട്ട് കുറച്ച് കയറുന്നുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്, ചോറിന് ഉപയോഗിക്കുന്നത് ഈ അരിയാണ്, മട്ട അരിയാണ്. പക്ഷേ ഞാൻ ആൾക്കാരോട് പറയും, മട്ട അരി വെറും പൊട്ട അരിയാണ്. കാരണം അതിനകത്തും കാര്യമായിട്ടുള്ള ഫൈബറോ അല്ലെങ്കിൽ മിനറൽസോ ബി വൈറ്റമിൻസോ ഒന്നും തന്നെയില്ല. ഇത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. ഇത്തരത്തിലുള്ള എംപ്റ്റി കാലറീസ് അടങ്ങുന്ന ഭക്ഷണമാണല്ലോ നമ്മൾ മുഖ്യമായിട്ടും കഴിക്കുന്നത്. മലയാളികളുടെ ഭക്ഷണക്രമം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ തന്നെയാണ്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും മിക്കവാറും രാത്രി തന്നെയാണെങ്കിലും ഇത്
നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ഉയർന്ന അളവിലുള്ള ഇൻസുലിൻ ഡിമാൻഡാണ്. ഇത് നിരന്തരമായിട്ട് ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷത്തെക്കുറിച്ചല്ല പറയുന്നത്, വർഷങ്ങളോളം ഇത്തരം ഒരു ഭക്ഷണക്രമം പിന്തുടരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് അമിതമായിട്ടുള്ള ഇൻസുലിൻ ഡിമാൻഡ് ചെയ്യും. ദെൻ ദിസ് ക്യാൻ ലീഡ്സ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നു. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഹൈപ്പർ ഇൻസുലിനീമിയ. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയയും സാങ്കേതികമായ പദങ്ങളാണ്. ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് കട്ട് കാർബ്സ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ നോ ഗ്രെയിൻ ഡിന്നർ എന്നതിനെ കുറിച്ചിട്ട്. ഇതിന് ഈ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇന്ന് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഹൈപ്പർ ഇൻസുലിനീമിയയും ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ട്. പക്ഷേ അവർക്കറിയില്ല. കാരണം പലരിലും അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമലാണ്. ഇത് പതുക്കെ ഇറ്റ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് കാർഡിയോ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ. കാർഡിയോ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ, നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് രോഗങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. സോ ഇറ്റ് ക്യാൻ സ്ലോലി ടേക്ക് യു ടു മെനി ഓഫ് ദി ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസ് തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നത് ഈ പറയുന്ന കാർഡിയോ മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ്. അതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ഈ എംറ്റി കാലറീസ്, പ്രത്യേകിച്ചിട്ടും റിഫൈൻഡ് ഗ്രെയിൻസ്, തവിട് കളഞ്ഞ വെളുത്ത അരി നിരന്തരമായി കഴിക്കുന്നത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മളുടെ ഭക്ഷണ രീതികളിലും നമ്മുടെ ഗവൺമെൻറ് പ്രോഗ്രാമുകളിലും നമ്മളൊക്കെ തന്നെ വളരെ നല്ലതെന്ന് കരുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ വെളുത്ത അരികളാണ്, അല്ലെങ്കിൽ റിഫൈൻഡ് ഗ്രെയിൻസാണ്. നമുക്കിതിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ നിരന്തരമായി ഉയർന്ന അളവിലുള്ള ഇൻസുലിൻ ശരീരത്തിലുണ്ടാക്കുന്നത് നമ്മുടെ ശരീരഘടനയെ തന്നെ മാറ്റിമറിക്കും. കാരണം ഇൻസുലിൻ പ്രധാനമായിട്ടും ഒരു ഫാറ്റ് പ്രൊഡ്യൂസിങ് ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഇങ്ങനത്തെ ഭക്ഷണ രീതികൾ തുടരുന്ന ആൾക്കാർ അവരുടെ ശരീരത്തിലുള്ള വിസറൽ അഡിപ്പോസ് ടിഷ്യൂ, അതായത് ശരീരത്തിനുള്ളിലുണ്ടാകുന്ന കൊഴുപ്പും സ്കിൻ അഡിപ്പോസ് ടിഷ്യൂ, ഞങ്ങളിതിനെ വിളിക്കുന്നത് വാറ്റ് ആൻഡ് സാറ്റ് എന്നാണ്. വിസറൽ അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് സ്കിൻ അഡിപ്പോസ് ടിഷ്യൂ വർദ്ധിച്ചു വരുന്ന കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ റീസൺ ഫോർ ഒബേസിറ്റി. പ്രത്യേകിച്ചിട്ടും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സാർക്കോപീനിക് ഒബേസിറ്റി എന്ന് പറയും. അതായത് പേശികൾ കുറയുന്നു, ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നു, അങ്ങനെ ശരീരഭാരം വർദ്ധിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ റിഫൈൻഡ് ഗ്രെയിൻസ് കഴിച്ചിട്ടുള്ള ഹൈപ്പർ ഇൻസുലിനീമിയയും ഇൻസുലിൻ റെസിസ്റ്റൻസാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വീണ്ടും തുടരുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ടൈപ്പ് 2 ഡയബറ്റീസ്. പ്രമേഹം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇത് തന്നെയാണ്. അതുപോലെ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ്സ് ടു സം ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻസ്. അതിൽ ഏറ്റവും ക്ലാസിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് അൽഷൈമേഴ്സ് ഡിസീസ്. നമ്മളതിനെ വിളിക്കുന്ന ടൈപ്പ് 3 ഡയബറ്റീസ് എന്നാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ഹോർമോണൽ ഇംബാലൻസ് ആണ്, പ്രത്യേകിച്ചിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും. സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു, അതിനും ഹൈപ്പർ ഇൻസുലിനീമിയ കാരണക്കാരനാണ്. പുരുഷന്മാരിലാണെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ പോലുള്ള ഹോർമോണൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഹൈപ്പർ ഇൻസുലിനീമിയ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ വളരെ കോമൺ ആണ്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹൈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കാണ്. പ്രധാനപ്പെട്ട കൾപ്രിറ്റ് എഗെയിൻ വൈറ്റ് റൈസ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ക്യാൻസറാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇന്ന് ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പുതിയ പഠനങ്ങളിൽ നിന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദി പ്രസൻസ് ഓഫ് ടു മച്ച് ഓഫ് ഇൻസുലിൻ ഇൻ ദ ബ്ലഡ്. ക്യാൻസറിനെ കുറിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും സെൻസേഷനായിട്ട് ബുക്കുകളൊന്ന് ഡോക്ടർ ജെയ്സൺ ഫങ്ക്, അദ്ദേഹത്തിൻ്റെ ദ ക്യാൻസർ കോഡ് എന്നുള്ള ബുക്കാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ക്യാൻസർ ഇസ് നത്തിങ് ബട്ട് ടു മച്ച് ഓഫ് ഇൻസുലിൻ സിഗ്നലിംഗ് എന്നാണ് പറയുന്നത്. ശരീരത്തിൽ ഒരുപാട് സിഗ്നലിംഗ് ഉണ്ടാക്കുന്ന ന്യൂട്രിയൻ്റ് കഴിക്കുമ്പോഴാണ് ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലം. അതിൽ പ്രധാനമായിട്ട് സിഗ്നലിംഗ് ഉണ്ടാക്കുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ തന്നെ ഡോക്ടർ ലൂയിസ് സി കാൻലി, അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളൊരു സെൽ ബയോളജിസ്റ്റും ബയോ കെമിസ്റ്റുമാണ്. അദ്ദേഹം പറയുന്നത് ടു മച്ച് ഓഫ് ഇൻസുലിൻ ക്യാൻ ആക്ട് ആസ് എ പ്രോ ക്യാൻസർ ഏജൻറ്റ് എന്നാണ്. അവിടെയും എഗെയിൻ കൾപ്രിറ്റ് ഇൻസുലിൻ, എഗെയിൻ കൾപ്രിറ്റ് ഹൈപ്പർ ഇൻസുലിനീമിയ, എഗെയിൻ കൾപ്രിറ്റ് വൈറ്റ് റൈസ് ഓർ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്. അതുപോലെ തന്നെ ഡോക്ടർ വാൾട്ടർ ലോഗോ,
അദ്ദേഹം പറയുന്നത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ IGF-1 എന്ന് പറയുന്നത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതും ഇൻസുലിനും ഒക്കെ തന്നെയാണ് ക്യാൻസറിന് കാരണമാകുന്നത്. അതുപോലെ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സിദ്ധാർത്ഥ് മുഖർജി എന്നാണ്. അദ്ദേഹം പറയുന്നത് ക്യാൻസർ അദ്ദേഹം ഈസ് വെരി ക്ലിയർലി ഗെറ്റിംഗ് ലിങ്ക് ടു ഷുഗർ എന്നാണ് പറയുന്നത്. ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ ഷുഗർ എന്നുള്ളൊരു പേടിപ്പിക്കുന്ന ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അദ്ദേഹവും പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇത്തരത്തിലുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് നിരന്തരമായി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസാണ്. ആ ഇൻഫ്ലമേഷൻസ് പല രോഗങ്ങളുണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഹൈ യൂറിക് ആസിഡ് ലെവൽസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേജറായിട്ടുള്ള പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഡയറ്റും. അങ്ങനെ നോക്കിയാൽ ആ ഡയറ്റിൽ ഈ പറയുന്ന തവിട് കളഞ്ഞ റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യങ്ങളുടെ അമിതമായ ഉപയോഗം തന്നെയാണ്. ഹോളായിട്ടുള്ള ബ്രൗൺ റൈസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ വളരെ പോപ്പുലറായിട്ട്, പ്രത്യേകിച്ചിട്ടും നമ്മൾ കടകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് വൈറ്റ് റൈസ്. നമ്മൾ ഏറ്റവും കൂടുതൽ പലഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നമ്മൾ ദോശയും ഇഡ്ഡലിയും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ്. അതുപോലെ ആൾക്കാർ മട്ട അരി എന്ന് പറഞ്ഞ് വാങ്ങുന്ന ചോറ് വെക്കാനും കഞ്ഞി വെക്കാനും ഉപയോഗിക്കുന്ന അരി ഇതാണ്. എഗെയിൻ ദിസ് ഈസ് എ റിഫൈൻഡ് ഗ്രെയിൻ. അതുപോലെ ഒന്നാണ് ചമ്പ പച്ചരി എന്ന് പറഞ്ഞ് വാങ്ങുന്നത്. ഇതെല്ലാം റിഫൈൻഡ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് റിഫൈൻഡ് ഗ്രെയിൻസ് ആണ്. ഇതിനകത്ത് ഫൈബർ ഇല്ല, മിനറൽസ് ഇല്ല, ബി വൈറ്റമിൻസ് ഇല്ല, ആൻറ്റി ഓക്സിഡൻസ് ഇല്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് കാർബോഹൈഡ്രേറ്റ്, ദാറ്റ് മീൻസ് ഹിഡൻ ഷുഗർ. ഓക്കെ, നമുക്ക് ചെയ്യാവുന്ന എന്താണ്? ഇത് തവിട് കളയാത്ത അരിയാണ്. ഓക്കെ, ഇത് ബോയിൽഡ് റൈസാണ് വിത്ത് ബ്രാൻ ഇൻടാക്റ്റാണ്. ഇത് പച്ചരിയാണ്, റോ റൈസാണ്, ഇതും ബ്രാൻ ഇൻടാക്റ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്യാം. ഇന്ന് വളരെ നല്ലൊരു പോപ്പുലറായിട്ടുള്ള ട്രെൻഡ് ആൾക്കാരിൽ കാണുന്നുണ്ട്. സോ ദാറ്റ്സ് കോൾഡ് വേണമെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൗൺ റെവല്യൂഷൻ എന്ന് പറയാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പുട്ടിന് ഇനി മുതൽ ബ്രൗൺ നിറമായിരിക്കണം. അപ്പോൾ ബ്രൗൺ പുട്ടാവാം, അല്ലെങ്കിൽ ബ്രൗൺ അപ്പമാവാം, ബ്രൗൺ ഇടിയപ്പമാവാം, ബ്രൗൺ ദോശയാവാം, ബ്രൗൺ കൊഴുക്കട്ടമാവാം, ബ്രൗൺ കഞ്ഞിയാവാം, ബ്രൗൺ ചോറാവാം, എല്ലാം ബ്രൗൺ ആവട്ടെ. സോ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ന്യൂട്രിയൻസിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അത് വളരെയധികം മാറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിലും ഹൈപ്പർ ഇൻസുലിനിയമാണ്. അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെറ്റബോളിക് ഫങ്ഷൻസ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, എല്ലാറ്റിനകത്തും വളരെയധികം ഡിഫറൻസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. സോ ലെറ്റ് us എസ്കേപ്പ് ഫ്രം വൈറ്റ് റൈസ്. കാരണം ഇന്ന് നമ്മൾ പലരും അറിയാതെ, കാരണം ഡ്രഗ്സ് ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കുന്നവനും വിൽക്കുന്നവനും അറിയാം അത് മോശമാണ്. പക്ഷേ ഇവിടെ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നവർക്ക് അവർക്കറിയില്ല ഇതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തെ തന്നെ വളരെയധികം ഗൗരവമായി ബാധിക്കുന്ന ഒന്നാണ് നമുക്കറിയില്ല. ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയട്ടെ, 3-4 നേരം ഈ വൈറ്റ് റൈസ് കഴിച്ച് പണ്ടാരമടങ്ങുന്ന ആൾക്കാരെ നമ്മൾ സൂയിസൈഡ് എന്ന് പറയുന്നത് ഗ്രെയിനോസൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും. സോ ലെറ്റ് us എസ്കേപ്പ് ഫ്രം ദാറ്റ് ആൻഡ് ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹോൾ ബ്രൗൺ റൈസസ്. അതുപോലെ തന്നെ ചെയ്യാവുന്നൊരു കാര്യം, ഈ 2-3 നേരം ഗ്രെയിൻസ് കഴിക്കുന്നതിന് പകരം യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ വാട്ട് ഈസ് കോൾഡ് 1G ഡയറ്റ്. അതായത് ഒരു നേരം മാത്രം ഗ്രെയിൻസ് കഴിക്കുന്നത് ട്രൈ ചെയ്യാം. സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് നമ്മളുടെ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് ഈ ഒരു മാറ്റത്തിൽ കൂടെ ഉണ്ടാക്കാൻ സാധിക്കും. സോ ടു കൺക്ലൂഡ്, വൈറ്റ് റൈസ് ഈസ് എ ഡേർട്ടി ബിസിനസ്.